നമ്മൾ മലയാളികൾക്ക് പൊതുവെ വളരെ ഇഷ്ടമുള്ളൊരു മീനാണ് മത്തി, അതല്ലെങ്കിൽ ചാള. അത് പ്രത്യേകിച്ച് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭൂരിഭാഗം ആളുകളും ഈ മത്തി ഫ്രൈ അല്ലെങ്കിൽ ചാള ഫ്രൈ ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാ. പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ പോലും പല സമയത്തും ഇത് ഫ്രൈ ചെയ്യാതെ മാറി നിൽക്കാറുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് വറുത്ത് കഴിഞ്ഞിട്ടുള്ള സ്മെല്ല്. അത് ഭയങ്കരമാണ്. ഈ മീൻ നമ്മൾ ഫ്രൈ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും അന്ന് വിസിറ്റേഴ്സ് പോലും വീട്ടിൽ വരില്ല. കാരണം എന്തൊക്കെ ചെയ്താലും ഈ സ്മെല്ല് മാറാറില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇഷ്ടമുള്ള വളരെ ഇഷ്ടപ്പെട്ട വിഭവം നമ്മൾ കഴിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഈ ഒരു സ്മെല്ല് കാരണമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ മത്തി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ സ്മെല്ല് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്മെല്ലില്ലാതെ ഇരിക്കും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇത് ഫ്രൈ ചെയ്തും തിന്നാം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ മത്തി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മൾ മീനൊക്കെ റെഡിയാക്കി പാനിൽ വറക്കാൻ വെക്കുന്നതിന് മുമ്പ് ഒരു സാധാ മെഴുകുതിരി കത്തിച്ച് ഈ അടുപ്പിന്റെ ഒരു സൈഡിൽ വെക്കുക. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് മീൻ വറക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ ട്രൈ ചെയ്ത് എനിക്കത് സക്സസ് ആയ കാര്യമാണ്. അതായത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഴുകുതിരി കത്തിച്ച് സൈഡിൽ വെക്കുക, അതിനുശേഷം മീൻ വറക്കുക. ഒട്ടും മണം വരത്തില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. മീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിലൊക്കെ കുറച്ചുകൂടെ ഫ്രഷ് ഫീല് കിട്ടാൻ വേണ്ടി 1/2 കപ്പ് വിനാഗിരിയും 1/2 കപ്പ് വെള്ളവും ഒരു പാത്രത്തിലൊഴിച്ച് 5 മിനിറ്റ് തിളപ്പിക്കണം. ഇതും വളരെ നല്ല ഒരു ടെക്നിക്കാണ്. ഇത് രണ്ടും ചെയ്യാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ഇതും പൊതുവെ ഞാൻ ട്രൈ ചെയ്യുന്ന ഒന്നാ. ഒരു മീൻ വറുത്ത് കഴിഞ്ഞിട്ട് പാനിൽ നമ്മുടെ നല്ല കാപ്പിപ്പൊടി, അതായത് നാട്ടിൽ നല്ല കാപ്പിപ്പൊടി കിട്ടും. ആ കാപ്പിപ്പൊടി ഒരിച്ചിരി ആ പാനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്താൽ മതി. അപ്പം മുറിയും പരിസരവും മൊത്തം നല്ല കാപ്പിപ്പൊടിയുടെ മണം കിട്ടും. നിങ്ങൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ കമന്റായിട്ട് തീർച്ചയായിട്ടും ഇടണം. അത് മറ്റുള്ളവർക്കും ഒരു എൻകറേജ് ആയിരിക്കും. കാരണം ഈ വീഡിയോ ഒക്കെ കേൾക്കുന്നവർ പലരും ചിന്തിക്കും ഇത് സത്യമാണോ അതോ കള്ളമാണോ, ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് തോന്നിയത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമന്റ് ഇടണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.